നമ്മൾ ഇതുപോലെ പഠിച്ച് മനസ്സിലാക്കേണ്ട എത്രയെത്ര ഹദീയുകൾ, തിരുചരിതങ്ങൾ നമുക്കുണ്ട്, ഉത്തമമായ മാതൃകകൾ. യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് കൃത്രിമമായിട്ട് തുമ്മുമായിരുന്നു എന്നാണ്. കൃത്രിമമായിട്ട് തുമ്മും. എന്തിനാ കൃത്രിമമായിട്ട് തുമ്മുന്നത്? അവർ നബിയുടെ അടുക്കൽ വന്ന് തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനു ഇർഹമക്കുമുല്ലാഹ് എന്ന് അവർക്ക് വേണ്ടിയിട്ട് തശ്മീത്ത് നടത്താൻ. മനസ്സിലായില്ലേ? തശ്മീത്ത് നടത്താൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നബിയുടെ അടുക്കൽ വന്ന് കൃത്രിമമായിട്ട് തുമ്മുമായിരുന്നു എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്നാണ്. നോക്കൂ നിങ്ങൾ, യഹൂദർ അവരുടെ കുബുദ്ധിയാണ്. അവർക്കറിയാം ഇത് സത്യപ്രവാചകനാണ് എന്ന്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിങ്കൽ സ്വീകാര്യനായ പ്രവാചകനാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് വന്നെടുത്ത് തുമ്മുന്നത്, ഇർഹമുക്കല്ലാ എന്നുള്ള ആ പ്രാർത്ഥന കിട്ടാൻ. പക്ഷേ ആ നബിയെ നബിയായി സമ്മതിക്കാൻ കൂട്ടാക്കാൻ അവരുടെ അസൂയ സമ്മതിക്കുന്നില്ല. ഇസ്രായേല്യരിൽ നിന്നല്ല, അറബികളിൽ നിന്നാണ് ഈ നബി വന്നത് എന്നതിനാൽ അവരുടെ അഹങ്കാരം അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സത്യപ്രവാചകനായിട്ട് പ്രഖ്യാപിക്കാത്തത്. പക്ഷേ അവർക്കറിയാം, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം ഇത് സത്യപ്രവാചകനാണ് എന്നുള്ളത്. പക്ഷെ അവരുടെ അഹങ്കാരം, ഈഗോ അതിനവരെ സമ്മതിക്കുന്നില്ല. എന്നാലും അവർ നബിയുടെ അടുക്കൽ വന്ന് തുമ്മിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു റഹ്മത്തിന് വേണ്ടിയിട്ടുള്ള ദുആ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു കുബുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആട്ടിപ്പായിച്ചോ? അവരുടെ തിരുനബിയുടെ അടുക്കൽ വന്ന് തുമ്മുമ്പോൾ നിങ്ങൾ അസൂയാലുക്കളാണ്, നിങ്ങൾ അഹങ്കാരികളാണ്, നിങ്ങൾ കുബുദ്ധികളാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ദൂരപ്പെടുത്തുകയല്ലേ ചെയ്തത്. പിന്നെയോ യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ, നിങ്ങളുടെ അവസ്ഥ നന്നാക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ എന്നാണ് പറയുമ്പോൾ. ഏറ്റവും കൂടുതൽ ബറാ അർഹിക്കുന്ന ഒരു വിഭാഗമായിരുന്നു മദീനയിലെ യഹൂദികൾ. ബറാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശത്തിൻ്റെ പേരിലുള്ള അകൽച്ചയും അവരുടെ ആ തിന്മയുടെ ആദർശത്തോടുള്ള വെറുപ്പും അത് പ്രകടിപ്പിക്കാൻ അർഹമായ വിഭാഗമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്ത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്ത് പെരുമാറുകയാണ് ചെയ്തത്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കുമായിരുന്നു. ചില റിപ്പോർട്ടുകൾ കാണാം അല ഇഹാലത്തിൻ സനീഖ എന്നാണ്. അവർ കർഷകരാണ്, പലരും വേണ്ടത്ര കോപ്പുകളില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ മണപ്പകർച്ച വന്ന പരിപ്പ് അതിൻ്റെ കറി വെച്ചൊക്കെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സൽക്കരിച്ചിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഹൃദ്യമായ പെരുമാറ്റത്തിൻ്റെ വക്താവായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം അല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ മഹിത മാതൃക തിരുഹദിയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ ശ്രവിക്കുന്നത്.